കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന ഒരു വാർത്ത കൂടി ഉണ്ടല്ലോ. 2 പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമാണ് സംഭവം എന്നുള്ളതാണ്. മറ്റ് ചില സൂചനകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന സംശയമാണുള്ളത്. എങ്ങനെ ഈ അപകടമാണോ മറ്റെന്തെങ്കിലുമാണോ? വിവരങ്ങൾ എന്താണ്? RPF ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഇത് 3 മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നതായി കണ്ടെത്തിയത്. പാസഞ്ചർ ട്രെയിൻ കടന്നുപോയി എത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പാസഞ്ചർ ട്രെയിനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് RPF എല്ലാം തന്നെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് RPF അവിടെ അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. 2 പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു അപകടമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആത്മഹത്യ അടക്കമുള്ള സാധ്യതകളുണ്ടോ എന്നടക്കം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ പ്രാഥമികമായി പരിശോധിച്ചതിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തികളാണ് മരിച്ചത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. RPF ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായത് നിമിഷങ്ങളിൽ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രാഥമികമായി ബോഡി കണ്ടെത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചറിയണം, മരണകാരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും എല്ലാം വേണം. ആത്മഹത്യയാണോ ഒരു അപകട മരണമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ തീർച്ചയായും ആവേണ്ടതുണ്ട്. ഏതായാലും RPF സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പരിശോധിക്കുകയാണ്. ആശുപത്രിയിലടക്കം മാറ്റുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.